മേലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ കുക്ക് ചെയ്ത് അവിടെ ചെറിയൊരു ക്യാമ്പ് ചെയ്ത് ഡേ ക്യാമ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. ഇവിടെ നന്നായിട്ട് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നൈറ്റ് ക്യാമ്പിങ് ഇവിടെ എന്തായാലും പറ്റില്ല. കാണാൻ സിമ്പിളാണ്, പക്ഷെ ആള് ഭയങ്കരനാണ്. ഇതിൻ്റെ അകത്തേക്ക് ലൈറ്റേ വരുന്നില്ല ഉണ്ടോ? അതാണ് ശ്രദ്ധിക്കേ. അസ്സലാമലൈക്കും. ഞാനിപ്പോൾ വേറൊരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതൊന്നും ഒരു നല്ല സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഡേ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല വൈബാണ്. ഫുള്ള് പക്ഷികളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടണലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിപ്പം കാണിച്ചു തരാം. പിന്നെ മേലയിലേക്ക് സ്ട്രീറ്റിലേക്ക് കയറി പോകണം. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ. പിന്നെ ഇപ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെ ഫേമസ് യൂട്യൂബർ വയനാടിൻ്റെ മുത്ത് പണിക്കാരനാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആ ചാനലൊന്ന് പോയി കണ്ടാൽ മതി. നല്ല വ്ളോഗാണ്. പിന്നെ മൂപ്പര വണ്ടിയാണ് ഇതിലുള്ള. ക്യാമറ ഇപ്പോൾ മൂപ്പര ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ്. ഇവിടെ നല്ലൊരു കേവ് ഉണ്ട്. പിന്നെ മേലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ കുക്ക് ചെയ്ത് അവിടെ ചെറിയൊരു ക്യാമ്പ് ചെയ്ത് ഡേ ക്യാമ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇതാണ് വഴി കേട്ടോ. ഇത് കുറ്റിക്കാടാ, ശരിയായ വനം തന്നെയാണ്. ഇവിടെ നന്നായിട്ട് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നൈറ്റ് ക്യാമ്പിങ് ഇവിടെ എന്തായാലും പറ്റില്ല. ഇവിടെ ഡേ ക്യാമ്പ് ചെയ്ത് ഫുഡ് കുക്ക് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. ഞാൻ കുറച്ച് ദിവസം എന്തായാലും വയനാട്ടിലുണ്ട്. ഞാൻ വയനാട് മൊത്തമായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ പിന്നെ പണിക്കാരനും യൂട്യൂബർ ഉണ്ടല്ലോ വയനാടിൻ്റെ. അപ്പോൾ മൂപ്പര് ഹെൽപ്പ് ചെയ്യും. മൂപ്പര് വരുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടൊന്ന് വൈബ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ത്രില്ലിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ വേണേ. എന്നാലേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടാവുള്ളൂ. ഓക്കെ. വ്യൂ ഉണ്ടോ? ഇതാണ് ഇപ്പോൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലം. നൈറ്റിൽ ഇവിടെ എന്തായാലും ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് ഡേയിൽ ഇവിടെ കുറച്ച് നേരം ക്യാമ്പ് ചെയ്തിട്ട് ഫുഡെല്ലാം ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് 4 പീസ് ചിക്കൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് ഗ്രില്ല് ചെയ്യുക അല്ലെങ്കിൽ ചുട്ടിട്ടാ എങ്ങനെയെങ്കിലും കഴിച്ച് ഒന്ന് വിശപ്പടക്കണം. രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല. സമയം ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചാലേ വിശപ്പടങ്ങുള്ളൂ. ഓക്കെ. അപ്പോൾ കുറച്ചും അങ്ങോട്ട് പോയി സ്പോട്ടിലെത്തിയിട്ട് കാണാം. അതുവരെ എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ.
ഗുഹൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം എക്കോ അടിക്കാണ്. ഇതിൻ്റെ 2 പാറിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാറ കിടക്കുന്നുണ്ടോ. ഇവിടെ നേരെ താഴോട്ടേക്ക് വേറൊരു കേവാണ്. ഇതിൻ്റെ അകത്തൊന്നും കാണാനില്ല, മൊത്തം ഇരുടാ. പാറയാണ്, വീണ് കഴിഞ്ഞാൽ നല്ല ഫ്രാക്ചർ പറ്റും. മണ്ണിലാണെങ്കിൽ കുഴപ്പമില്ല. ഈ സ്ഥലം നോക്കിയട്ടെ, മൊത്തം കേവാണ്. ഞാനിപ്പോൾ ഒരു വലിയൊരു കേവിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കേവുകളാണ്, ചെറിയ ചെറിയ ചെറിയ. വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകാൻ തന്നെ പറ്റുന്നില്ല. കംപ്ലീറ്റ് കേവാ. ഇതാ ഇവിടെ ഒരു കേവ്, ഇതാ ഇവിടെ ഒരു കേവ്. വേണ്ട, ഓ അപാരം തന്നെ. ഓക്കെ, ഇതിനകത്തൊക്കെ എന്തൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് തന്നെ അറിയില്ല. ഈ ഒരു ഉറുമ്പ് കണ്ട, ഇത് ഭയങ്കര ന്യൂറോടോക്സിക് വെനമുണ്ട് ഇതിൻ്റെ അകത്ത്. വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മൈൽഡായിട്ട് ശരീരത്തിനോ നന്നായിട്ട് എഫക്റ്റ് ചെയ്ത് കടിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്താ പറയുക, മറ്റേ ഈ എലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ വരും. ഇതിനൊക്കെ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ശ്രദ്ധിക്കണം. ഇത് കാണാൻ സിമ്പിളാണ്, പക്ഷെ ആള് ഭയങ്കരനാണ്. ഭയങ്കര സ്റ്റീപ്പാണ് കേട്ടോ. എന്താ ഇതിൽ ഇറങ്ങാനൊക്കെ പറ്റും, പക്ഷെ തിരിച്ച് കയറാനാണ് ബുദ്ധിമുട്ടാകുക. ഞങ്ങളുടെ കയ്യിൽ റോപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. റോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടുക്കിയിട്ടിട്ട് അത് പിടിച്ച് കയറാമെന്ന് വിചാരിക്കാം. ഇതണ്ട മൊത്തം സ്റ്റീപ്പാ. എന്താ ചെയ്യാ, ഉള്ളിടത്തോളം പോയിട്ട് പോകാൻ പറ്റുന്നിടത്തോളം പോവാല്ലേ. അങ്ങനെ നടന്നിട്ട് പോവാ. ഭയങ്കര കുഴി നോക്കിയേ, ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഒരു ലൈറ്റിൻ്റെ സോഴ്സേ ഇല്ല അല്ലേ, ഒന്നും കാണുന്നില്ല. ടോർച്ച് അടിച്ചൊന്ന് കാണിച്ചു തരാം, വഴികൾ കാണിച്ചു തരാം. വേണ്ട, ടോർച്ച് അടിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. വേണ്ട, അയ്യോ നിങ്ങൾ ഇറങ്ങി വന്നോ. ഏകദേശം ഒരു 500 മീറ്ററിൻ്റെ അടുത്തോളം വന്നു കേട്ടോ. 500 മീറ്ററിൻ്റെ അടുത്തോളം നടന്നില്ലേ? ആ, ഏകദേശം 300 മീറ്റർ എന്തായാലും ആയിട്ടുണ്ടാവും. ആ, ഷൂട്ട് ചെയ്യാൻ പറ്റണ്ടേ. ഇത് ചെറിയ ചെറിയ നേരോ ആയിട്ടുള്ള പാതയായോണ്ട് തലയടിക്കുന്നു. പിന്നെ തലയടിക്കാണ്, പിന്നെ നടക്കാൻ പറ്റുന്നില്ല, സ്ലിപ്പാകുന്നു. ഇതുണ്ടാ, ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ അകത്തേക്ക് ലൈറ്റേ വരുന്നില്ല. ആ നോക്കിയേ, ഇതിൻ്റെ അകത്തൊക്കെ കുയ്യാ, ഗുഹയാണ് കംപ്ലീറ്റ്. ഇതേണ്ട, ഇവിടുന്ന് താഴോട്ടേക്കും ഗുഹയാണ്. ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട്, ജീവികൾ വസിക്കുന്നുണ്ട് കേട്ടാ. ആ, വന്നു പോകുന്നുണ്ട്. ആ, എനിക്ക് തോന്നുന്നത് ഈ ചെന്നായ്ക്കള മാതിരി എന്തെങ്കിലും ഉണ്ടാവും. ഒഴുകുണ്ടല്ലേ? ഞാൻ വരാം, അങ്ങോട്ട് വരാം. ഞാനൊന്ന് ടോർച്ച് ഓഫ് ചെയ്ത് മൊബൈലൊന്ന് കൊളത്തി വെക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ കഴിയില്ല താഴെ. ഓക്കെ, ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ടുള്ളത് വേണ്ട. ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞങ്ങളിപ്പോൾ ഏകദേശം ഇതിൻ്റെ ഏറ്റവും ബോട്ടം സ്റ്റേജിലെത്തി. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കാണാനൊന്നുമില്ല, എന്താ ഇരുട്ടാണ്. ടോർച്ച് അടിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ അതേ കാണാൻ പറ്റും. ഇതാണ്ട, ഇവിടെ നിന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട. നിങ്ങൾ ഒരു ഗുഹൻ്റെ ഉള്ളിൽ ഒരു വെള്ളത്തിൻ്റെ ഉറവിടത്തിൻ്റെ സ്ഥലത്തെത്തി. അല്ല, ഇതിനകത്തൊക്കെ എന്തൊക്കെയോ താമസിക്കുന്നു. ആ, ഉണ്ടാവും, ഉണ്ടാ, ഇവിടെയൊക്കെ എന്തൊക്കെയോ താമസിക്കുന്നുണ്ട്.
ശ്രദ്ധിച്ച് പോണു. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം സ്ലിപ്പായി. ഒരു പ്രാവശ്യം തലയടിച്ച്. ആ എന്താ ആ പാറ എന്തോ ഒരു ചുണ്ണാമ്പ് ആയിട്ടുള്ള പാറ അല്ലേ? ഇതൊക്കെ ഒരു ജീവി ഉണ്ടോ? ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനത്തെ ജീവികളാണല്ലോ. മോനെ ഇവിടെയൊക്കെ വന്ന് പെട്ടുപോയണ്ടല്ലോ പറയാത്തോരേ. അയ്യേ ഇതൊക്കെ ഇപ്പൊ തിരിച്ചു പോകണല്ലോ. വഴി അറിയാം. വഴിഞ്ഞ് വന്നിടത്തന്നെ വെള്ളോട്ട് കയറണം. വെളിച്ചം നോക്കി പോവാലെ. ഈ ഗ്യാപ്പ് കൂടെ ഒന്നും കയറാൻ പറ്റില്ല. ഇവിടെയൊക്കെ വെളിച്ചുണ്ട്. ആ വെളിച്ചാ. പക്ഷെ അവിടെ വെളിച്ചുണ്ട്. പക്ഷെ അതിൽ കയറാൻ പറ്റില്ല. ആ അവിടുന്ന് ചെറിയൊരു വെളിച്ചം വരുന്നുണ്ടല്ലോ അങ്ങോട്ടൊന്ന്. പക്ഷെ അവിടെ വഴിയില്ലല്ലോ. അത് മേലയിലല്ലേ ഉള്ളത്. അത് മേലോട്ടേക്കല്ലേ ഉള്ളത്. അതൊരു ഹോൾസ് പോലെ ഇങ്ങനെ കിടക്കാന്ന്. അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് കയറാൻ കഴിയില്ല. വെളിച്ചമുണ്ട് പക്ഷെ കയറാൻ കഴിയില്ല. ഇത് കണ്ടോ? ഇവിടുന്ന് മേലോട്ടേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. കണ്ടോ? ഈ ഒരു വഴിയേ ഉള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഇതാ ഇതിൻ്റെ അകത്തേക്ക് ഇനിയും വഴി പോകുന്നുണ്ട്. കണ്ടോ? ഇതിൻ്റെ അകത്തേക്ക് കണ്ടോ? അതിൻ്റെ അകത്തേക്ക് കിണറ് മാതിരി വെള്ളം ഇങ്ങനെ ഒലിച്ച് പോവാണ് ഉള്ളിലോട്ടേക്ക്. ഇത് കണ്ടോ? എന്തോ സംതിങ് ഉണ്ട് അവിടെ കേട്ടാ. ഇതുണ്ടോ തിളങ്ങുന്നല്ലേ? ഗോൾഡിന്റെ ഇതുണ്ടോ? ഗോൾഡ് ആയിരിക്കും. ഇത് നോക്കടാ. ഉണ്ടോ? ഇത് നോക്ക്. അപ്പൊ ആണോ? എന്തോ ഒരു തിളക്കുണ്ടല്ലേ? ഇതേത്? അതേ പറഞ്ഞേ. ഉണ്ടോ? ഇതുണ്ട് ഈ പാറയ്ക്ക് ഈ ഒരു വലിയ പാറയാണ്. ഇതിനൊരു പ്രത്യേകത അതുണ്ടോ? ഇതിന്റെ ഷേപ്പിന് തന്നെ ഒരു പ്രത്യേകത അതുണ്ടോ? നോക്ക്. ആ ഇതെന്താ? എന്തോ ഒരു ജീവിയുടെ മുട്ട ഉണ്ട് ഇവിടെ. ഇത് തൊട്ട് നോക്കട്ടെ ഞാന്. ആ നീ ഇങ്ങോട്ടൊന്ന് ലേറ്റ് ഇരിക്കും. ഇവിടെ ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. ആ ശ്രദ്ധിക്കണം. അതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവും. അല്ലടാ ഇത് കല്ല് തന്നെ. കല്ല? ഭയങ്കര ഹാർഡ് കല്ല്. ഇതാ. അതെ അതെ. ഇതെന്താ? ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഇതുണ്ടോ? പൊട്ടി വരുന്നുണ്ടല്ലേ? ഇത് കല്ല് തന്നെ. ഇതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഇതിന്റെ അകത്ത്? ആരിറങ്ങാൻ ഇതിന്റെ അകത്ത് അല്ലേ? അങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട്. അങ്ങോട്ടേക്ക് പോയി നോക്കാം അല്ലേ? ഇങ്ങോട്ടോ? അങ്ങോട്ട് വഴിയൊന്നുമല്ല. ഇത് കണ്ടോ? ചെറിയൊരു സ്ഥലം ഉണ്ടല്ലോ. ആ ഭാഗം കൂടി ഒന്ന് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാലോ. ഇല്ലല്ലേ? ഇവിടെ ഒന്നും ഒരാളും വന്നിട്ടില്ല എന്നുള്ളതിന്റെ ഇതുണ്ടാ. ഇവിടെ ഒന്നും ഒരാളും വന്നിട്ടില്ല എന്നതിന്റെ തെളിവാണിത്. വേണ്ട ചെലന്തി പോലെ. ഇങ്ങോട്ടൊന്നും ഒരാളും വരില്ല. ഇതുണ്ടാ. ഇത് ഇതിനകത്തേക്കൊരു വഴി പോകുന്നുണ്ട്. ഒന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങി നോക്ക. അയ്യോ ഇതുണ്ട. ഒരു ഗുഹ ഉണ്ട് അവിടെ. അയ്യോ ശ്വാസം മുട്ടുന്ന കേട്ടാ. ഓക്സിജൻ ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ആ ഓക്സിജൻ ഇല്ല കേട്ടാ ഇതിൻ്റെ അകത്ത്. ശ്വാസം മുട്ടുന്നതാണ്. അല്ല ഓക്സിജനേ ഇല്ല ഇതിൻ്റെ അകത്ത്. നോക്കിയേ ഇവിടെ ഒരു മുനിയറ പോലെ ഒരു സ്ഥലം കണ്ട. എന്താ സംഭവം കേട്ടാ? എൻ്റെ മോനെ നോക്കിയേ. ഇതെന്താ സംഭവം? ഇതിൻ്റെ അകത്ത് പോകാൻ കഴിയില്ല കേട്ടാ. ഇതൊരു നേരോ ഇത്രയേ ഉള്ളൂ വഴി. ഇതിൻ്റെ അകത്തൊക്കെ എന്തായാലും കയറാൻ കഴിയില്ല. അയ്യോ എനിക്കൊന്നും കാണുന്നില്ല. ഇത് കണ്ട ഇവിടെ ഒരു മുനിയറ പോലെ ഒരു ഗുഹ ഉണ്ടാ ഇതിൻ്റെ അകത്ത്. ഇതാ വരാൻ പറ്റുമോ ഇങ്ങോട്ട്? ഇതാ ഇങ്ങോട്ട് കയറി. ഇല്ല ഇതാ ഇങ്ങോട്ട് പോ. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ താഴെ ഇറങ്ങിയാൽ മതി. ആ ഓക്കെ ശ്രദ്ധിച്ചിറങ്ങാ. ഇതാ ഇവിടെ നോക്കിയാ. അതിൻ്റെ അകത്ത് ശരിക്ക് അതിൻ്റെ അകത്തോട്ട് ഇനിയും വഴി പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. അതിനകത്ത് വല്ലതും പോകുന്ന വഴിയാണോ? ഇത് കണ്ട അങ്ങോട്ടേക്ക്. അതിൻ്റെ ഇവിടെ കണ്ട ഇവിടെ കണ്ട ഇവിടെ അങ്ങോട്ടേക്ക് വഴി പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കയറാൻ കഴിയില്ല. ഇത് ചെറിയ സ്ഥലമല്ലോ. ഇല്ല കയറാൻ പറ്റില്ല. നമ്മളിവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ്. ഇവിടുന്ന് സ്ഥലം വിടല്ലേ? റിട്ടേൺ അടിക്കാം. എടാ ഇത് കണ്ടോ? ഇതെന്തോ സ്ഥിരമായിട്ട് കിടക്കുന്ന സ്ഥലം. അതൊക്കെ എല്ലാം സ്ലിപ്പാകുന്നുണ്ട് ഇവിടെ. ഇതുണ്ടോ? സ്ഥിരമായിട്ട് കിടക്കുന്ന സ്ഥലം. എന്താ ഇത്? പാമ്പോ? പാമ്പല്ല, അത് കമ്പാണ്. പക്ഷെ അവിടുത്തെ ഒരു ഫിനിഷിങ് ഉണ്ടോ?
ഇതിലിറങ്ങി സ്ഥിരമായിട്ട് കിടക്കുന്ന സ്ഥലം മുള്ളമ്പന്നി ആയിരിക്കും ഇവിടെ. മുള്ളമ്പന്നി തന്നെ ആയിരിക്കും. മുള്ളമ്പന്നി, ഉടുമ്പ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇതെന്താ അങ്ങോട്ട് നോക്കിയാ? ആ അതന്നെ, അങ്ങത്തോളം വഴിയുണ്ടല്ലേ? വഴിയുണ്ട്, ഒരു പോക്ക് നടക്കൂല. ഇവിടുന്ന് ഇങ്ങനെ തിരിച്ച് കയറുന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ മൊബൈൽ ഓഫ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മൊബൈൽ ഓണാക്കി തന്നെ കയറാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ, തിരിച്ച് കയറണം. ഇവിടെ ഒന്ന് ടോർച്ച് അടിക്കാൻ പറ്റുമോ? നിങ്ങൾ കാണുന്നുണ്ടോ എന്തെങ്കിലും? ഒന്നും കാണുന്നില്ലല്ലേ? അതുകൊണ്ട് ക്ഷമിക്കണം. ഒന്നാമത് ലൈറ്റേ ഇല്ല അതിൻ്റെ അകത്ത്. ഞങ്ങൾ ഇറങ്ങിയും കൊണ്ട് പെട്ടിട്ടുള്ള. ഇനി ഒരു പണി ചെയ്യാം, ഇവിടുന്ന് മൊബൈൽ ഓഫ് ചെയ്തിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള വഴി നോക്കാം അല്ലേ? മണവും വരുന്നുണ്ട്. ഇതിങ്ങനെ കുമിറി കിടക്കല്ലേ, ഓക്സിജനും ഇല്ലല്ലോ ഇവിടെ. ഇങ്ങ് താഴെ എത്തിയില്ല ഞങ്ങള്. ഒരു കിണറിന്റെ ആഴത്തിൽ താഴെ വന്നില്ലേ? മേലോട്ടേക്ക് പോവാല്ലേ? കാണുന്നുണ്ടോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഓ പക്ഷെ പാടാട്ടോ, നോക്കി വാട്ടോ, നോക്കി ചാടിട്ടോ. അവിടെ ഒരു കട്ടിങ് ആണേ, അതാറിനെ അതാറിനെ ശ്രദ്ധിക്കേ. നോക്കിയോ ഇനി മേലോട്ട്. ഇത് ഓഫ് ചെയ്തല്ലോ ക്യാമറ? ക്യാമറ ഓഫ് ചെയ്തോ? അല്ലെങ്കിൽ ഇവിടുന്ന് എസ്കേപ്പ് ആണല്ലോ, ഒരു വഴിയില്ല. ക്യാമറ പിടിച്ച് എന്തായാലും കയറാൻ കഴിയില്ല. അതാ പറഞ്ഞേ. ഓക്കെ, ക്യാമറ ഓഫ് ചെയ്തോ? ക്യാമറ ഓഫ് ചെയ്തോ? ക്യാമറ ഓഫ് ചെയ്തോ? അത് എവിടെയെങ്കിലും പോക്കറ്റിൽ സേഫായി വെച്ചിട്ട് ഇങ്ങോട്ട് നടക്ക്. ഓക്കെ, ബാഗ് ഞാൻ അവിടെ നിന്നിട്ട് നിങ്ങൾ എന്റെ കൈമ തന്നാ മതി. അങ്ങനെ ചെയ്യാം. നോക്കി കേട്ടോ, ഏകദേശം എത്താറായി. ഇവിടെ അടുത്ത് തന്നെയാ. തല മുട്ടരുത്. ഇതിന്റെ തല ഇറങ്ങിയപ്പോ മുട്ടിയതാണ്. തല 2 പ്രാവശ്യം അടിച്ചു. അതാ പറഞ്ഞേ. കാണുന്നുണ്ട് എന്തെങ്കിലും? ഓ കാണണൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് കയറണം. ഈ ക്യാമറ പിടിക്കോ? ആ ക്യാമറ തന്നേക്ക്, ഞാൻ ഇവിടെ നിന്ന് മാനേജ് ചെയ്യുള്ളൂ. ഓക്കെ ചേരെ, ഇത്ര കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും ഒരു ഇത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ. നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റുന്നത് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടാണ്. ഇവിടുന്ന് ഇനി പുറത്തേക്കുള്ള വഴി അന്വേഷിക്കണം. ഇവിടുന്ന് വെളിച്ചം കാണുന്നുണ്ട്, എന്തായാലും ഇതിൽ പോകാൻ പറ്റും തോന്നുന്നുണ്ട്. നോക്കട്ടെ, പുള്ളിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. പുള്ളിൻ്റെ ബാഗ് താഴെ, ഞങ്ങളെ ബാഗ് താഴെയുള്ള അതിങ്ങോട്ടേക്ക് ലിഫ്റ്റ് ചെയ്ത് പൊക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാണാം. ഓ നോക്കി വാ. ഓ ശ്വാസം കേൾക്കട്ടെ. അയ്യോ, നിക്ക. ആ ഓക്കെ. ഇതെവിടെ എത്തിയേ? ഇതിവിടെ ഇത് വഴി മാറി കേട്ടാ. നമ്മള് ഇറങ്ങിയ വഴിയല്ല, ഇറങ്ങിയ വഴി അപ്പുറത്തൂടെ അല്ലേ. ബാ നമുക്ക് ഇവിടെ ചെയ്യാല്ലേ. ഇത് നല്ല സ്ഥലമാണല്ലോ. ഈ ടോപ്പിലെത്തിയല്ലോ. ടോപ്പിലല്ല, ഇതിന്റെ ഒരു സൈഡ്, എല്ലാ സൈഡിൽ കൂടി ഇങ്ങനെ ഹോളല്ലേ. പക്ഷെ ഇതിങ്ങനെ കയറി പോകുന്നുണ്ട് അങ്ങോട്ട്. അല്ല അങ്ങോട്ട് പോവാ, പിന്നെ ആ സൈഡിലേക്ക് പോയാലും അങ്ങോട്ടും ഒരു ഗ്യാപ്പാണ്. ആ സൈഡിലോട്ട് പോയാലും ഗ്യാപ്പാണ്. എവിടെ വേണമെങ്കിലും ഇതേപോലെ കയറാൻ വേണ്ടില്ല. ഒരു 10-400 മീറ്റർ മേലോട്ടേക്ക് കയറിയല്ലേ? 10-300 മീറ്റർ എന്തായാലും കയറിയുണ്ടോ? ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും തന്നെ സെറ്റ് ആക്കണം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല. അതിന്റെ ഇതിന്റെ അകത്ത് തന്നെ തളർന്ന അവശനായി. ശ്വാസം മുട്ടിക്കുന്നു. ശ്വാസം മുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ടാവില്ല. അല്ല അതല്ല, വവ്വാലിന്റെ സ്മെല്ല്. വവ്വാല് പറക്കുന്നുണ്ടായിരുന്നു. ആ ഇറങ്ങിയില്ലേ, അവിടുന്ന് തിരിച്ചു കയറാൻ പറ്റിയില്ല. താഴോട്ടേക്ക് ഇറങ്ങിയില്ലേ? അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. കാണുമ്പോ ഈസിയാണ്, പക്ഷെ നമുക്ക് ഇറങ്ങിയാൽ അവിടെ തിരിച്ച് താഴെ ഇറങ്ങിയില്ലേ? താഴെ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഉള്ളിലൊരു മുനിയാറ പോലെ ഒരു കേവ് ഉണ്ട്. അവിടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോ ഓക്സിജൻ ഇല്ല, ശ്വാസം മുട്ടുന്നു. അതാ പറഞ്ഞത്, നമുക്ക് ഇറങ്ങാൻ ഈസിയാ, പക്ഷെ നമ്മൾ വിചാരിക്കും കയറി വരാം, പക്ഷെ കയറി വരാൻ പറ്റില്ല.
എൻ്റെ മോനെ ഭയങ്കര കുമർച്ച. ചൂടല്ലേ? ഓ, ആ ടണലിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല തണുപ്പാ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നല്ല ടയർഡാ അല്ലേ? ഞാനും ടയർഡാ. ഇത് പഴമൊക്കെ ഫുഡ് കഴിക്കാൻ ചിക്കൻ പുറത്തെടുക്കാം. ചിക്കൻ. ആ ചിക്കൻ ഓക്കെയാ? എന്റെ ഷർട്ട് നോക്കിയേട്ടാ, നനഞ്ഞില്ലേ? നനഞ്ഞ് ഫുള്ള് ഷർട്ട് നനഞ്ഞ് ഫുള്ള് ഇങ്ങനെ തിരുമ്പി ഇങ്ങനെ അലക്കാനിട്ട മാതിരിയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേ. ഞാനാണ് ഇത്ര ദൂരെ പോയിട്ട് പെട്ടുപോയത്. നിങ്ങളായിരുന്നു ഇത്ര ദൂരെ പോകണ്ട. നിങ്ങൾക്ക് അറിയാലോ വയ്യ അങ്ങോട്ട് പോകാൻ പാട്ടാണല്ലോ. അല്ല, ഞാൻ നിന്റെ ആകാംക്ഷ കണ്ടപ്പോഴേ നിനക്ക് ഇഷ്ടമായത് കൊണ്ടാണല്ലോ. അതെ. വയനാട്ടിലേക്ക് വന്നിട്ട് ഗുഹയിൽ ഇറങ്ങിയില്ല. എന്നാലും നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഗുഹയിൽ ഇറങ്ങിയില്ല എന്ന് പറയണ്ടല്ലോ. എന്റെ മോനെ ചിക്കൻ മൂപ്പര് വാഷ് ചെയ്യുന്നുണ്ട്. മൂപ്പര് കുക്കിങ്ങിന്റെ സ്പെഷ്യലിസ്റ്റ് മൂപ്പറാണ്. എനിക്ക് കുക്കിങ്ങിന് വലിയ ഐഡിയ ഒന്നുമില്ല. സർവൈവ് ചെയ്യാനുള്ള കുക്ക് ചെയ്യാന്നല്ലാണ്ട്. അല്ല, ഇയാള് ചിക്കൻ ചുടാൻ ഭയങ്കര അറിയാന്നൊക്കെ. ചിക്കൻ ചുടാൻ അറിയാം. തള്ളൊക്കെ തല്ലിങ്ങനെ ചിക്കന്റെ മേലെ മസാല മാരിനേറ്റ് എല്ലാം ചെയ്തിട്ട് ചുടാൻ അറിയാം. അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ മസാലകളും മറ്റേ കറികളും അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ചപ്പാത്തി അതൊക്കെ പഠിക്കണം. പക്ഷെ പെട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുവേ, എന്തെങ്കിലും തരത്തിലങ്ങ് ഉണ്ടാക്കും. കിട്ടിയോ? ഓ, അതാ കുറച്ച് അവിടെ ഇട്ടുണ്ട്. അത് പോരല്ലോ, ഇനി വേണ്ടേ? കുറച്ച് ഇവിടെ ഉണ്ട്. വെച്ചിട്ടുണ്ട് അതും. കുറച്ചും കൂടി സങ്കല്പിച്ചു തരാം. നോക്ക്. ചിക്കൻ ചുടുന്ന വേറൊരു ഐഡിയ അല്ല കേട്ടാ. ഇതെന്താന്നറിയാം? ഇതെന്താ അറിയാം? കാപ്പിയുടെ അല്ലേ? കാപ്പിക്കൊമ്പ്. ഞങ്ങളിപ്പോ ഗ്രില്ലില്ല, ഒരു സിസ്റ്റം ഇല്ല. ഇതുകൊണ്ട് പറ്റൂലേ? ഈ കാപ്പിക്കൊമ്പ് ഇതിന്റെ തൊലി മേലെ അയക്കും കാര്യങ്ങളും ഉണ്ടാവല്ലോ. തൊലി ഈ കത്തിനെ കൊണ്ട് അരിഞ്ഞിട്ട്, ഇതിപ്പോ ഞാൻ മൊത്തം ഇത് അരിഞ്ഞിട്ട് ഇത് പീസാക്കി വെച്ചിട്ട് ഇത് കമ്പിക്ക് പകരം ഉപയോഗിക്കാം. പറ്റും. അങ്ങനെ പറ്റുന്ന എന്റെ ശുഭാപ്തി വിശ്വാസം അല്ലേ? നമ്മളെ കമ്പ് പിടി. ഇതാണ് നമ്മളെ ടൂൾസ് കേട്ടാ. ഗ്രിൽ ചിക്കന്റെ ഗ്രിൽ ചിക്കൻ വേണ്ടിയിട്ട് കാപ്പീന്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ടൂൾസ് ആണ് ഇത്. ഇരുമ്പിന് പകരം. നല്ല പവർ ഉണ്ടല്ലേ ഇതിന്? ഓ മതി. 1 റെഡി. ഇത് 3. 4ാമത്തെ പീസ് മൂപ്പര കയ്യിലുണ്ട്. ഇതാ 4 പീസ് ചിക്കൻ റെഡിയാണ്. ടൂൾസ് റെഡിയാണ്. മാരിനേറ്റ് എല്ലാം ചെയ്ത് ഒരൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കണം അല്ലേ? ബിസ്മില്ലാ. ഓക്കെ, നോക്കി നമ്മളെ കപ്പ് എടുത്തിട്ടുണ്ട്. ജ്യൂസ്. ജ്യൂസ് കുടിക്കാൻ വേണ്ടി. പിന്നെ വെള്ളമുണ്ട്. ആദ്യം തന്നെ കുറച്ച് ജ്യൂസൊക്കെ അടിക്കാം അല്ലേ? അവിടെ ഇരി. ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ജ്യൂസ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെന്തെങ്കിലും വേണോ അല്ലേ? ഓ സെറ്റപ്പ്. ഇങ്ങനെയുള്ള ഒരു കാട്ടിൽ വന്നിട്ട് ഇതേപോലെ ഒരു ജ്യൂസ് കുടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ തന്നെ ജീവിക്കുന്നു അല്ലേ? അപ്പൊ ബിസ്മില്ലാ. സൂപ്പർ. ഫ്രഷ് ചാറ്. ഒരു മായവും ഇല്ല, മന്ത്രവും ഇല്ല. നല്ല പുളിപ്പടിക്കണ്ടല്ലേ? ഇത് നമ്മുടെ അയ്യോ
മെയിൻ താരത്തിനെ കാണിക്കാൻ വിട്ടുപോയി. ചിക്കന്റെ പേരെന്തായിരുന്നു ഇട്ടത്? കാപ്പി ചിക്കൻ. ആ, ചിക്കൻ കാപ്പിക്കൊമ്പ്. സെറ്റപ്പാ. ചിക്കൻ കാപ്പിക്കൊമ്പ് അടിപൊളി സാധനം. മണടിക്കുമ്പോ തന്നെ ഒന്നും ചേർത്തിട്ടില്ല അല്ലേ? സൂപ്പർ. ഒരു സാധനം ചേർത്തിട്ടില്ല, എണ്ണ ചേർത്തിട്ടില്ല, മസാല ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല അല്ലേ? നല്ല എന്താ പറയാ, പ്രകൃതി രമണീയമായിട്ടുണ്ടാക്കിയത് അല്ലെ? സെറ്റപ്പ് സാധനം, അടിപൊളി. അടിപൊളി കേട്ടാ, സൂപ്പറായിട്ടുണ്ട്. ഇത്രയും എന്താ പറയാ, നമ്മൾ ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ടില്ല, പ്രകൃതിയിൽ നിന്ന് തന്നെ എല്ലാം എടുത്ത്. കാപ്പിന്റെ കൊമ്പ് മസാലകൾ കഴിഞ്ഞ കൊണ്ട് പുരട്ടി അത് തീന്ന് ഫ്ലെയിമിന് ചുട്ടെടുത്ത്. ഇങ്ങനെ ആവും വിചാരിച്ചില്ല കേട്ടാ, അടിപൊളിയുണ്ട്. ചിക്കൻ ഫിനിഷ് ആയി കേട്ടാ. നിങ്ങൾ ഫിനിഷ് ആയാ? കുറച്ച് ഫ്രഷ് ജ്യൂസ് കുടിച്ചാലോ? സംഭവം സെറ്റാവും. ഓറഞ്ച് ജ്യൂസ്, ഗ്രേപ്പ് കുടിച്ചു കഴിഞ്ഞാൽ ഇനി ഓറഞ്ച് കുടിക്കാം. ഈ ഓറഞ്ചിനുള്ളിൽ കുറച്ച് ഒരു സിപ്പ് കൂടി, എന്താ കുറച്ച് മുന്തിരി കൊണ്ട് ഇടാൻ. ആ, ജ്യൂസിന്റെ പരിപാടി ഉണ്ടോ? നിങ്ങൾ കാട്ടിലേക്ക് ജ്യൂസ് കട ഉണ്ടോ അല്ലേ? കാട്ടിലേക്ക് ജ്യൂസ് കട ഉണ്ടോന്ന്? ജ്യൂസ് കടയും ഗ്രിൽ ചിക്കന്റെ കടയും. സെറ്റായി. ഇത് ഓറഞ്ചും പിന്നെ ഗ്രേപ്പ് മിക്സ് കോക്ടെയിൽ. ഒരു ഗ്ലാസ് കൂടി ഉണ്ടായിരുന്നു, നന്നായിരുന്നു. സംഭവം വിളിച്ചു. ഇനി ഓരോ ബനാനയും കൂടി ഇന്ന് ഒന്നും കഴിക്കേണ്ടി വരില്ല അല്ലേ? സംഭവം സെറ്റ്. ഇന്നത്തെ ക്യാമ്പിംഗ് അടിപൊളിയായി. അടിപൊളിയാന്ന് പറഞ്ഞാല് സൂപ്പറായി. അടിപൊളിയെക്കാട്ടി മേലെ, അതുക്കും മേലെ. ഒന്നാമത് ആ കേവ് എക്സ്പെഡീഷൻ കഴിഞ്ഞിട്ടുള്ള ക്ഷീണം കംപ്ലീറ്റ് മാറി കിട്ടി. കുരങ്ങുണ്ടല്ലോ മേളില്. കുരങ്ങുണ്ടല്ലേ? നിങ്ങളെ ബാഗിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കൊണ്ടുപോകുന്നുള്ളതാണ് എനിക്ക് പേടി. നോക്കാം. നിങ്ങൾ പാൻ കഴിക്കുന്ന എടുത്ത് വന്നതാട്ടാ. ഉണ്ടല്ലോ, ഇതൊന്നും കൊടുത്താലോ? കൊടുക്കാം. ഏയ് നമുക്ക് എന്തായാലും താട്ടിറങ്ങിയാലോ? പരിപാടി ഒന്നും ഇല്ലല്ലോ. ഇല്ല, വരുന്നില്ല. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതൊക്കെ കവറിനകത്ത് വരില്ല. എന്തിനാ കാടളക്കി വരുന്ന വഴി? കുരങ്ങ് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഒരു കുരങ്ങ് ആ പഴത്തൊലി കൊണ്ട് പോയപ്പോ മറ്റുള്ള കുരങ്ങുകൾ കണ്ടിട്ടുണ്ടാവും. ഒക്കെ കൂടി പാഞ്ഞിട്ട് വന്ന് കൂടുവേ. അത് പ്രശ്നമൊന്നുമില്ല. ഈ സാധനങ്ങൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന പേടിയല്ലോ, അറ്റാക്ക് ഒന്നും ചെയ്യല്ല. ഇന്നത്തെ പ്രോഗ്രാം ഇവിടത്തേക്ക് അവസാനിപ്പിക്കട്ടെ. ബാക്കി പണികളെല്ലാം കഴിഞ്ഞ് ചിക്കൻ ഫിനിഷായി, പഴം കഴിച്ചു, ജ്യൂസ് കഴിച്ചു. ഇത് എന്റെ ചെയറിന്റെ ആണ്. ഈ ചെയറിന്റെ ഈ ചെറിയ ഇതിൽ കൊള്ളു അത്. മടക്കിയെടുക്കാലോ. അപ്പം ബാക്കി ഇനി എന്താ, ബാക്കിയിലൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇനി ഇത് വൈൻഡപ്പ് ചെയ്ത് പോവാല്ല. അപ്പം ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനിയിപ്പോ അതൊക്കെ എടുത്ത് ഒന്ന് ഫോട്ടോ ഒന്ന് ഇട്ടിട്ട് സംഭവമൊക്കെ അതൊന്നുമില്ല. ഇത് അയച്ചു വെച്ചതാ. ഒന്നാമത് ഒരുപാട് നടന്നതിനെ കൊണ്ട് കംപ്ലീറ്റ് വേർത്ത് പണിയായി. ഇന്ന് തണുപ്പും കുറച്ച് കുറവാണ് അല്ലേ? തണുപ്പ് കുറച്ച് കഴിഞ്ഞല്ലേ? ആ ശരിയാ, ശരിയാ, ഉച്ച സമയല്ലേ. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ രാത്രി അങ്ങനെ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ക്യാമ്പ് ആയിരുന്നു. അങ്ങനെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ക്യാമ്പ് ആയിരുന്നു. നല്ല സ്ഥലമാണ് ഇത് കേട്ടാ. ഇത് ശരിക്കും ഒരു ഫോറസ്റ്റിംഗ് ആണ്. പക്ഷെ എന്താ പറയാ, പ്രൈവറ്റ് ആണ്. പക്ഷെ ഫോറസ്റ്റ് തന്നെ. എല്ലാ ഇപ്പം നല്ല രണ്ട് മലയണ്ണാണ്. എന്താ പറയാ, മലയണ്ണ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ
മലയണ്ണാന്, കുരങ്ങ്, പുലി, നരി എല്ലാ സാധനവും ഉണ്ട് എല്ലാ ഇവിടെ. സാധനവും ഇവിടെ ഉണ്ട്. അതായത് ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി താഴെ ഒരു വീട്ടില് ഈ പട്ടീനെ കൊണ്ടുവരും. ഇവിടുന്നാ ഇവിടെ ഈ വാട്സപ്പില് ന്യൂസിലൊക്കെ ഉണ്ടല്ലോ 24-ലൊക്കെ ഏത് സമയവും. ആ പക്ഷെ അതിന്റെ ഒക്കെ സ്ഥലത്തിന്റെ പേരറിയില്ലല്ലോ എവിടെയാ എവിടെ. അല്ല ഈ ഭാഗം അതല്ല നിങ്ങൾ പറയുമ്പോഴാണ് ഇതാണ് ആ സ്ഥലം എന്നുള്ളത് അറിയുന്നത്. ന്യൂസിൽ കാണാറുണ്ട് വയനാട്ടിൽ ഇന്ന സ്ഥലത്ത് പുലി കടുവ ഇറങ്ങി ആടിനെ കൊണ്ടുപോയി മറ്റേ അതുണ്ടായി ഇതുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടാ. ഇവിടുന്ന് ഇനി സംഭവങ്ങളെല്ലാം ഓക്കെ ആയി, എല്ലാം റെഡിയാണ്. ഫുഡ് കഴിച്ചു, എല്ലാം സെറ്റായിരുന്നു. നല്ല ചിക്കൻ നന്നായി സെറ്റാക്കില്ലേ? പിന്നെ പുള്ളി അങ്ങനെ കഴിച്ചിട്ടില്ല, പുള്ളിക്ക് കഴിച്ചു. കഴിച്ചു. അപ്പൊ ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കേവിന്റെ എക്സിബിഷൻ എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ നിങ്ങൾ അറിയിക്കണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.